بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. بسم الله റഹ്മാൻ റഹീം. ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് ഒരു പക്ഷേങ്കില് നിങ്ങൾക്ക് അല്ലോ ഇതെന്താണ് ഇത്ര വലിയ പ്രാർത്ഥന എന്ന് തോന്നാമെങ്കിലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് പഠിക്കുന്ന ഇത് കേൾക്കുന്നതോടുകൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയായിട്ട് മാറുന്ന ഒന്നാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന, അഥവാ 9ാമത്തെ ഗൈസിലെ പ്രാർത്ഥന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, അവരുടെ മകനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ദുആയാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് 22 ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എണ്ണി 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 ചോദിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മളടുത്തുള്ളത്. അപ്പോ പ്രാർത്ഥനന്റെ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ പെരുപ്പം കൊണ്ടോ അല്ലോ ഇതെനിക്ക് പഠിക്കാൻ പറ്റൂലല്ലോ എന്നൊന്നും ഒരാളും കരുതരുത് എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അധികം ഒന്നും പറയാതെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്നെ ഖൈറുകളിൽ മുന്നേറാനും ഖൈറുകളെ ഏറ്റവും തൃപ്തിപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഒരു വേള പോലും ഭാരിച്ചതാണ് എന്ന് തോന്നാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹൃദയങ്ങൾക്കൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ എളുപ്പം നൽകുകയും ചെയ്യട്ടെ. ഏതായാലും പ്രാർത്ഥനയിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. കുഞ്ഞു കുഞ്ഞു വേർഡുകളാണ്, അത് പ്രത്യേകം അർത്ഥമറിഞ്ഞ് അതിന്റെ ഓരോന്നിനെയും ആഴവും പരപ്പും ബോധ്യപ്പെട്ടുകൊണ്ട് വേണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ. ഒരു മനുഷ്യൻക്ക് വേണ്ടുന്നതായിട്ടുള്ള അവന്റെ ദീനിലെയും ദുനിയാവിലെയും എല്ലാ കാര്യങ്ങളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരു മുഅ്മിനീന്റെ സ്വലാഹാണ്, അവന്റെ ഒരു എല്ലാ അവസ്ഥകളെയും നന്നാക്കലാണ്. അതുപോലെ തന്നെ ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം അവൻക്കുള്ള സന്തോഷം, അവന്റെ സആദത്താണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും അവന്റെ ഹൃദയത്തിന് കിട്ടുന്ന വസന്തമാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം സുബ്ഹാനല്ലാഹ് ഇതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഇതില് ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് എന്താണ്? റബ്ബി അഇന്നി. റബ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ റബ്ബേ. പ്രാർത്ഥനകൾ പലതരത്തിലുണ്ട് അല്ലെ. പ്രാർത്ഥനകൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെയും അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്നതായിരുന്നു. പക്ഷെ ഈ റബ്ബി എന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മള് അഥവാ സൂറത്തുൽ അംബിയ ഒക്കെ ഓതുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, സൂറത്തുൽ അംബിയയില് ഒരുപാട് നബിമാരുടെ പ്രാർത്ഥനകൾ പറയുന്നിടത്തൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു ഫസ്തജബനാല, അപ്പൊ തന്നെ നാം അവർക്ക് ഉത്തരം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ പറ്റും. അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെയും അതിന്റെ ഫസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ വിളി റബ്ബി എന്ന് തുടങ്ങുന്നതായിരുന്നു. അപ്പോ റബ്ബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള
ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ റബ്ബി അഇന്നി, എന്റെ റബ്ബേ, എന്താണ് ഇനി കുറെ ആവശ്യങ്ങളാണ് പറയണത്. അഇന്നി എന്ന് പറഞ്ഞാല് എന്നെ നീ സഹായിക്കണമേ, എന്നെ നീ തുണയ്ക്കണമേ. ഈ എന്തിനാണ് എന്നെ സഹായിക്കേണ്ടത്? ഈ ഒരു വേർഡ് അഇന്നി എന്നുള്ളത് മാത്രമാണെങ്കിലും ഈ അഇന്നി എന്നുള്ളതിന്റെ ആഴത്തിലുള്ള അർത്ഥം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലയോ മുആദേ, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്, വല്ലാഹി അല്ലാഹു ആണേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നീ എന്ത് ചെയ്യുന്ന എല്ലാ സ്വലാത്തിലും, എല്ലാ സ്വലാത്തിന്റെ മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് കൊടുക്കുകയാണ്. നീ എന്ത് ചെയ്യണം? എല്ലാ നിസ്കാര ശേഷം സലാം വീട്ടുന്നതിന് തൊട്ട് മുന്നായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. എന്ത്? റബ്ബി അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ഈ കാര്യങ്ങളാണ് റബ്ബി അഇന്നി എന്നുള്ളതിലൂടെ നമ്മൾ ചോദിക്കുന്നത്. റബ്ബി അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. എന്തിലൊക്കെ? ലിദിക്രിക്, എന്നെ ഓർക്കാൻ വേണ്ടി, വശുക്രിക്, നിനക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി, വഹുസ്നി ഇബാദതിക്, നിനക്കുള്ള എല്ലാ നല്ലതായിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യാനും റബ്ബെ നീ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ റബ്ബി അഇന്നി എന്നുള്ളത്. അതുപോലെ തന്നെ ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അതുഹിബ്ബൂന അൻ തജ്തഹിദു ഫിദ്ദുആ, പ്രാർത്ഥനനെ കൊണ്ട് ഇജ്തിഹാദ് ചെയ്യാന്, കഠിന പരിശ്രമം നടത്താന്, പ്രാർത്ഥനയിലൂടെ ഇജ്തിഹാദ് നേടാന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളട്ടെ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ എന്ന്. അപ്പൊ അതിന്റെ ഒരു ചെറിയ, അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് റബ്ബി അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. എന്തിലൊക്കെ? നിന്നെ ഓർക്കാൻ, എല്ലാ തരത്തിൽ നിന്നെ സദാസമയം നിന്നെ ഓർക്കാൻ നിന്നെ സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മ തന്നാൽ മാത്രമാണ് നമുക്ക് ഓർക്കാൻ പറ്റുന്നുള്ളൂ. വശുക്രിക്, റബ്ബേ നിനക്ക് ശുക്ർ ചെയ്യാന്, നിനക്ക് നന്ദി ചെയ്യാന് നീ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണം. വഹുസ്നി ഇബാദതിക്, എല്ലാ ഹുസ്നായിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. രണ്ടാമത് എന്താണ് ചോദിക്കുന്നത്? വലാ തുഇൻ അലയ്യ, അല്ലാഹുവേ എനിക്കെതിരെ നീ എന്ത് ചെയ്യല്ലേ? സഹായിക്കല്ലേ, എനിക്കെതിരെ നീ എന്നെ തുണക്കല്ലേ. സുബ്ഹാനല്ലാഹ്. അതിലൂടെ എന്താണ്? അഥവാ അള്ളാഹുവെ നിന്റെ താഴത്തിനെതിരായിക്കൊണ്ട്, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിക്കുന്നതില് നീ എന്നെ സഹായിക്കരുത്. അള്ളാഹ്ക്ക് സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ ധിക്കരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ദിവസം ചെയ്യണത് അല്ലേ? അവിടൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൗഫീക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ? ഇവിടെ ചോദിക്കുന്നത് എന്താണ്? വലാ തുഇൻ അലയ്യ, അള്ളാഹ് നിനക്കെതിരെ നീ എന്നെ സഹായിക്കല്ലേ. നിനക്കെതിരെ, അഥവാ നിനക്കെതിരെ നിൽക്കാൻ, നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നീ എന്ത് ചെയ്യല്ലേ? എന്നെ സഹായിക്കല്ലേ. വലാ തുഇൻ അലയ്യ, എനിക്കെതിരെ നീ എന്ത് ചെയ്യല്ലേ? സഹായിക്കല്ലേ. രണ്ടാമത്തത് കഴിഞ്ഞു. വൻസുർനീ, മൂന്നാമത് അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? വൻസുർനീ, അള്ളാഹുവേ എന്നെ നീ സഹായിക്കണമേ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ തരത്തിലുള്ള, ദീനിയായിക്കോട്ടെ ദുന്യവി ആയിക്കോട്ടെ, എല്ലാ തരത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇവിടെ സഹായം തേടാണ്. ശത്രുക്കളിൽ നിന്നുള്ള സഹായം തേടാണ്. വൻസുർനി, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ. വലാ തൻസുർ അലയ്യ, നാലാമത് എന്താ ചോദിക്കുന്നത്? വലാ തൻസുർ അലയ്യ, എനിക്കെതിരെ നീ എന്നെ എന്ത് ചെയ്യല്ലേ? എനിക്കെതിരെ സഹായിക്കല്ലേ. അഥവാ ശത്രുക്കൾക്ക് എന്നെ വിട്ടുകൊടുക്കല്ലേ അള്ളാഹ്. സുബ്ഹാനല്ലാഹ്, എന്ത് രസാ. വംകുർലി, അഞ്ചാമത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് എന്താ? വംകുർലി, അള്ളാഹുവേ എനിക്ക് അനുകൂലമായിട്ട് നീ തന്ത്രങ്ങൾ പ്രയോഗിക്കണേ. വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലേ?
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണില്ലേ, അഥവാ അഥവാ സത്യവിശ്വാസികൾക്കെതിരെ അവിശ്വാസികൾ കുതന്ത്രം പ്രയോഗിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മക്ർ പ്രയോഗിക്കുകയാണ്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹാണ് ഏറ്റവും നന്നായി തന്ത്രങ്ങള് പ്രയോഗിക്കുന്നത്. അള്ളാഹു ആണ് ഏറ്റവും ഹൈറായിട്ടുള്ള തന്ത്രങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹിനോട് പറയണം വംകുർലി, അള്ളാഹു എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള എന്റെ പക്ഷത്ത് നിന്നുള്ള തന്ത്രങ്ങൾ നീ എനിക്ക് വേണ്ടി പ്രയോഗിക്കണമേ. വലാ തംകുർ അലയ്യ, അതുപോലെ തന്നെ ആറാമത് അള്ളാഹിനോട് ചോദിക്കണം എന്താ? വലാ തംകുർ അലയ്യ, അള്ളാഹ്ക്കെതിരെ നീ തന്ത്രം പ്രയോഗിക്കല്ലേ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, അള്ളാഹു എങ്ങാനും നമ്മൾക്കെതിരായിക്കൊണ്ട് ഒരു തന്ത്രം പ്രയോഗിച്ചാല് നമ്മൾ ആ തന്ത്രത്തിൽ നിന്ന്, ആ മക്കറിൽ നിന്ന് രക്ഷപ്പെടുത്താന് പിന്നെ വേറെ ഏത് ബുദ്ധിമാനാണ് ഇവിടെ ഉള്ളത്? വേറെ എത്ര എത്ര നമ്മൾ എന്തൊക്കെ വിശേഷണം കൊടുത്തവരായിരുന്നാൽ പോലും അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആരാണുള്ളത്? അതുകൊണ്ട് പറയാണ് വലാ തംകുർ അലയ്യ. ആറാമതായിക്കൊണ്ട് ചോദിക്കുന്നത് എന്താണ്? വലാ തംകുർ അലയ്യ, അള്ളാഹുവെ ശത്രുക്കൾക്ക് എന്നിലേക്ക് പ്രവേശിക്കാൻ, ശത്രുക്കൾക്ക് എന്നോടൊരു ആധിപത്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ എനിക്കെതിരെ നീ എന്ത് ചെയ്യല്ലേ? ഒരു കുതന്ത്രം പ്രയോഗിക്കല്ലേ. ഏഴാമത് എന്താ ചോദിക്കുന്നത്? വഹ്ദിനി, അള്ളാഹുവെ എനിക്ക് ഹിദായത്തിന്റെ, സന്മാർഗങ്ങളുടെ എല്ലാ വാതിലുകളും തുറന്നു നൽകണേ അള്ളാഹ്. അതുപോലെ തന്നെ റബ്ബെ നീ എന്ത് ചെയ്യണം? എനിക്ക് കനിഞ്ഞരുളണേ. എന്ത്? ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവുകൾ നീ എന്ത് ചെയ്യണേ? എനിക്ക് കനിഞ്ഞരുളേണമേ. അതുപോലെ തന്നെ റബ്ബെ നീ എന്ത് ചെയ്യണം? നീ എന്നെ എല്ലാ ഹിദായത്തിന്റെ വഴികളിലേക്കും കൊണ്ടു നടക്കണേ. അതാണ് ഈ വഹ്ദിനി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, ഒരുപാട് പേർക്ക്, നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമുക്ക് ഒരുപാട് നല്ല നല്ല ഇൽമു നാഫിഅകളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും നമ്മളെ ഹിദായത്തിലേക്ക്, അല്ലെങ്കിൽ സൽപാന്താവിലേക്ക്, അതല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റൂട്ടിലേക്ക്, സ്ട്രൈറ്റ് പാത്തിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ടോ? പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ നാഫിയായിട്ടുള്ള ഇൽമുകൾ ഒന്നെങ്കിൽ നമ്മളെ ഫോണിൽ ആ ചാറ്റ് ബോക്സിലോ, അല്ലെങ്കിൽ നമ്മളെ ബുക്കിലെ ആ പേജുകളിലോ, അതും അല്ലെങ്കിൽ നമ്മളെ ഓർമ്മയിലോ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹിനോട് പറയാണ് വഹ്ദിനി, ഇൽമു നാഫി നൽകണം, എന്നിട്ട് അബ്വാബു ഖൈറുകളിലേക്ക് എന്നെ പ്രവേശിക്കണം. അതുപോലെ തന്നെ റബ്ബേ എനിക്ക് എല്ലാ ഖൈറുകളിലേക്കുള്ള തൗഫീഖിനെ നൽകണം. വഹ്ദിനി, എനിക്ക് നീ എന്ത് ചെയ്യണം? എനിക്ക് നീ ഹിദായത്ത് നൽകണേ. അടുത്തത്, അഥവാ എട്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് എന്താണ്? വയസ്സിരിൽ ഹുദാ ലി, അള്ളാഹുവെ ഹിദായത്ത് ആക്കിയാൽ മാത്രം പോരാ, വയസ്സിരിൽ ഹുദാലി, എനിക്ക് എന്ത് ചെയ്യണം? ഹിദായത്തിന്റെ മാർഗം നീ എളുപ്പാക്കി തരണേന്ന്. എട്ടാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്, ഹുദയുടെ മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെയും അള്ളാഹുവെ നീ എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? എളുപ്പമാക്കി തരണമേ. അഥവാ ആ ഹിദായത്തിനെ പിൻപറ്റാന്, ആ എന്താണ് ഏറ്റവും സിറാത്തുൽ മുസ്തഖീം, നമ്മൾ പറയല്ലേ സിറാത്തുൽ മുസ്തഖീമിനെ പിൻപറ്റാനുള്ള ഒരു എളുപ്പം അള്ളാഹ് തരണം. അപ്പൊ നോക്കി സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകള് നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞ പ്രകാരം നമുക്കറിയാം, എല്ലാരും ഫർദുകൾക്ക് ശേഷം അള്ളാഹുവിലേക്ക് അടുക്കൽ എങ്ങനെയാണ്? ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കല് സുന്നത്തിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവഗണിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്? സുന്നത്താണ്. നമ്മൾ പറയാ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും അവഗണിക്കാറുണ്ട്. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് ഹുദയുടെ, സന്മാർഗത്തിന്റെ, റബ്ബെ നിനക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? യസ്സിർലി, എനിക്ക് എളുപ്പാക്കി തരണേ. വയസ്സിരിൽ ഹുദാലി, അള്ളാഹുവെ ഹുദയുടെ മാർഗങ്ങളൊക്കെ എനിക്ക് നീ എളുപ്പാക്കി തരണേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത്, അഥവാ നമ്മൾക്കറിയാം സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മൾ ചിന്തിക്കലില്ലേ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ചൂട്, അസഹനീയായിട്ടുള്ള ചൂടാണ് നമുക്ക്. പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെ?
നമ്മളെ വീട്ടിൽ നിന്ന് ഫാൻ ഓഫ് ആക്കുന്ന നേരം പലപ്പോഴും കുറവായിരിക്കും അല്ലെ? അപ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി. അതല്ലെങ്കിൽ നമ്മൾ AC-യിലാണ്, അതല്ലെങ്കിൽ നല്ല നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സുകളും വെള്ളം കുടിച്ച് നമ്മളെ ശരീരത്തെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ളതിന് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും വീണ്ടും പരിപോഷിപ്പിച്ച് നന്നായി കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് എന്നിട്ടും തറാവീഹിന് നിൽക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ക്ഷീണം കുഴക്കമാണ് അല്ലെ? നമുക്ക് ഒന്നോ രണ്ടോ പേജോ ഒരു റക്അത്തില് പോലും ഓതുമ്പോഴേക്കും ഓതിയാൽ തന്നെ നമുക്ക് അതിലെ ഖുശൂഅ കിട്ടാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? ആ ഹുദയുടെ മാർഗം നമുക്ക് എളുപ്പമായിട്ടില്ല, അല്ലെങ്കിൽ ആ ഹുദയിലേക്ക് നമ്മൾ പലപ്പോഴും പ്രവേശിച്ചിട്ടില്ല. ആ ഹുദയിൽ നിന്ന് കിട്ടാനുള്ള സന്തോഷം, ആ ലജ്ജത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവര് മുഴുപ്പട്ടിണികളിലാണ്. അപ്പോഴാണ് അവര് യുദ്ധം ചെയ്തത്. അപ്പൊ ആ യുദ്ധം ചെയ്യുമ്പോ തന്നെയാണ് അവര് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് മുഴുപട്ടിണിയിലായിട്ടുണ്ട്, കൊടും ചൂടിലായിക്കൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ? സുബ്ഹാനല്ലാഹ്. നോമ്പ് തോറ്റവരായിരിക്കും അവര്, അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവര് സുജൂദ് ചെയ്തത് എന്താ പറയാ, പൊരിയുന്ന മണലിലാണ് അവരെ നെറ്റിത്തടം വെച്ചതെങ്കിൽ നമ്മള് നല്ല മാറ്റിലും നല്ല ഏറ്റവും നല്ല നമുക്ക് കംഫേർട്ട് ആയിട്ടുള്ള നിലത്താണ് നമ്മൾ നെറ്റിത്തടം വെക്കുന്നത്. എന്നിട്ട് പോലും നമ്മളെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെ ഒരു അവിടെ ഒരു യുസ്ർ വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വഹ്ദിനി വയസ്സിരിൽ ഹുദാലി. ആ ഹുദയുടെ മാർഗം, ആ സിറാത്തുൽ മുസ്തഖീം അള്ളാഹ് നമുക്ക് എളുപ്പാക്കി തരണം. എന്നാൽ മാത്രമാണ് ദുന്യവിയായിട്ടുള്ള പ്രയാസങ്ങളൊക്കെയും തന്നെ നമുക്ക് ഒന്നും അല്ലാതായി തീരുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. 8 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചോദിച്ചു. ഇനി 9ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, വൻസുർനി അലാ മൻ ബഗ അലയ്യ. 9ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? വൻസുർനി, അല്ലാഹുവേ നീ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണം. എങ്ങനെ? അല മൻ ബഗ അലയ്യ, എനിക്കെതിരെ ആക്രമണം അയച്ചു വിടുന്നവരുണ്ടല്ലോ, എന്നെ ആക്രമിക്കാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതെന്താണ്? ശാരീരികമായിട്ടുള്ള മാത്രമാണോ? അല്ല, മാനസികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും സാമ്പത്തികമായി എങ്ങനെയൊക്കെയോ നമ്മളെ ആക്രമിക്കാൻ വരുന്നവരുണ്ടോ, അത്തരത്തിലുള്ള നമ്മളെ ശത്രുക്കൾക്ക് എതിരെ അല്ലാഹുവേ എന്നെ സഹായിക്കണേന്ന്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പലപ്പോഴും പലരാലും നമ്മൾ എന്ത് ചെയ്യാണ്, പ്രയാസപ്പെടുന്നുണ്ട്, മാനസികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും. അവര് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പലപ്പോഴായിക്കൊണ്ട് തളർത്തുന്നുണ്ട്. അപ്പൊ 9ാമതായിക്കൊണ്ട് അള്ളാഹോട് ചോദിക്കണത് എന്താ? വൻസുർനി, അള്ളാഹ് എന്നെ സഹായിക്കണേ. അലാ മൻ ബഗ അലൈ, എനിക്കെതിരെ ആക്രമണം തൊടുത്തു വിടുന്നവർക്കെതിരെ അള്ളാഹുവേ നീ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണേ. 10ാമതായിക്കൊണ്ട് ചോദിക്കുന്നത് എന്താ? അത്രയും കാര്യം കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹിനെ വിളിക്കണം. റബ്ബി, എന്റെ റബ്ബേ, ഇജ്അൽനി, എന്നെ നീ ആക്കണേ. എന്തില്? ലക ശക്കാറ, റബ്ബേ നിനക്ക് ധാരാളമായിക്കൊണ്ട് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്നവരിൽ. വെറും നന്ദി എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലക ശക്കാറൻ, അഥവാ ധാരാളമായിക്കൊണ്ട് അങ്ങേയറ്റം നന്ദി ചെയ്യുന്നവരില് എല്ലാ സമയത്തും റബ്ബേ നിനക്ക് ശുക്ർ ചെയ്യുന്ന, നിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിന്റെ എല്ലാ നീ തന്നിട്ടുള്ള എല്ലാ നിഅമത്തുകൾക്കും നിനക്ക് ശുക്ർ ചെയ്യുന്ന നിന്റെ ഇബാദുകളിൽ അല്ലാഹു നീ എന്നെ ഉൾപ്പെടുത്തണം. ലക്ക ഷക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഫീൽ ചെയ്യണം. അഥവാ അത്രയധികം ധാരാളമായി കൊണ്ട് നിനക്ക് നന്ദി ചെയ്യുന്ന നിന്റെ അടിമകളില്, ആൾക്കാരില്, ആ ശാക്കിര്യങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ. ഇനി 11ാമതായിക്കൊണ്ട് ചോദിക്കണത് എന്താ? ലക്കറ, അള്ളാഹുവെ നീ എന്ത് ചെയ്യണം, നിന്നെ ഒരുപാടായിക്കൊണ്ട് ഓർക്കുന്നവരില്, നിന്റെ ഒരുപാടായിക്കൊണ്ട് നിന്നെ സ്മരിക്കുന്നവരില്, ദാക്കിര്യങ്ങളിൽ അള്ളാഹുവെ നീ എന്നെ ഉൾപ്പെടുത്തണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും
ഏതൊക്കെ സമയമുണ്ടോ അവിടൊക്കെയും അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹിനെ ഇങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നമ്മൾ പെടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തൗഫീഖ് നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബില് 2 സ്ഥലങ്ങളിലായിട്ട് പറയുന്നത് കാണാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ. അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാടായി കൊണ്ട് ഓർക്കണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട അടിമകളെ പറ്റി പറഞ്ഞപ്പോ അവരെ സ്പെഷ്യൽ ചെയ്തിട്ട് വിശേഷിപ്പിച്ചതിനെ കാണാൻ പറ്റും. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അള്ളാഹിനെ ഒരുപാടായി ഓർക്കുന്ന ആണുങ്ങളും ഒരുപാടായി ഓർക്കുന്ന പെണ്ണുങ്ങളും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാണാൻ പറ്റും. അവർക്ക് എന്താണുള്ളത്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അസീമ. അവർക്ക് ആദ്യം തന്നെ അള്ളാഹ് കൊടുക്കണം എന്താ? മഗ്ഫിറത്ത് ഉണ്ട്. അള്ളാഹിനെ ഓർക്കുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യാണ്? അവർക്ക് പാപങ്ങൾ ഇങ്ങനെ പുറത്തു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അവിടെ മഗ്ഫിറത്ത് അല്ല നമ്മൾ ചെയ്യുന്നത്, ഇസ്തിഗ്ഫാർ അല്ല ചെയ്യുന്നത്, അള്ളാഹിനെ ദിക്ർ ചെയ്യാണ്. അപ്പോഴത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്ത് ചെയ്യാണ്? അള്ളാഹിനെ ഓർക്കുന്നവർക്ക് അള്ളാഹ് പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് അള്ളാഹ് കൊടുക്കുന്നത് അജ്റൻ അസീമ, അതിമഹത്തരമായിട്ടുള്ള അജ്ർ അള്ളാഹ് നൽകുന്നത്. അപ്പൊ അതാണ് 11-ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ചോദിച്ചത്. ലൈക്ക് ദക്കർ, അള്ളാഹുവെ നിനക്ക് ധാരാളമായി കൊണ്ട് ദിക്ർ ചെയ്യുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്നുള്ളത്. 12-ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ലൈക്ക് റഹാബൻ, അള്ളാഹു എന്നെ ഏറ്റവും നന്നായി അധികമായിക്കൊണ്ട് ഏറ്റവും അഥവാ ഭയക്കേണ്ട രൂപത്തിലെല്ലാം ഭയക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട നബിമാരെ പറ്റി പറയുന്ന സമയത്ത് പറയുന്നതായി കാണാൻ പറ്റും. വകാന യദഊനനാ റഹബൻ വറഗബ. അല്ലെ, എന്താണ്? റഹബോട് കൂടിയും ഭയത്തോടു കൂടിയും പ്രത്യാശയോട് കൂടിയിട്ടും അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബിമാരുടെ പ്രാർത്ഥനയെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ പറ്റും. അപ്പൊ ലൈക്ക് റഹാബ, അള്ളാഹുവെ നിന്നെ ഏറ്റവും നന്നായി ധാരാളമായി ഭയക്കുന്നവരിൽ. ശരിക്കും സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഓരോ ഭാഗത്ത് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് ഇത്തഖുൻ നാറ അല്ലതി വഖൂദുഹ അന്നാസ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ നരകത്തെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, അള്ളാഹിന്റെ ശിക്ഷയെ പറ്റി പറയുമ്പോ, മുൻഗാമികളായിട്ടുള്ള ആൾക്കാരൊക്കെ നശിപ്പിച്ചത് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും ഒരു കൂസലില്ലല്ലേ, നമ്മൾ അങ്ങനെ ഓതി പോവലായിരിക്കും അല്ലെ. ഒരു നിമിഷം പോലും നമ്മൾ അവിടെ സ്റ്റക്ക് ആവുന്നില്ലെങ്കിൽ എന്താണ്? നമ്മളെ ഹൃദയത്തിൽ ആ റഹബ് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളെ നിസ്കാരങ്ങളും അടുപ്പുള്ളതാവുന്നത്, നമ്മളെ പ്രാർത്ഥന വളകൾ വെറും ഒരു നാവ് ഏറ്റെടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടേണ്ടുന്ന രൂപത്തിൽ ഭയപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. റഹാബ, അള്ളാഹുവെ നിന്നെ ധാരാളമായി ഭയക്കുന്നവരിൽ നീ എന്ത് ചെയ്യണം? എന്നെ ഉൾപ്പെടുത്തണേ. അടുത്തതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് അള്ളാഹുവെ നിനക്ക് ഏറ്റവും നന്നായി അനുസരിക്കുന്ന, നിന്നെ ഏറ്റവും നന്നായി ഏറ്റവും ധാരാളമായി ഏറ്റവും മികച്ചതായിക്കൊണ്ട് അനുസരിക്കുന്ന ഒരടിമയാക്കി എന്നെ മാറ്റണേ. റസൂൽ, അതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. അള്ളാഹെ അവന്റെ റസൂലിനെ അനുസരിക്കണം. അല്ലെ, സെമിഅന വാതഅന, സ്വർഗക്കാരുടെ വാക്കാണ് അത്. സ്വർഗക്കാര് അവര് ആ ഒരു വഴിയിലൂടെയാണ് പോയത്. എന്താണോ അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹ് എന്താണോ പറഞ്ഞത്, അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്, വാതഅന, അവരതനുസരിച്ചു. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി ചോദിച്ചത് എന്താണ്? ലകമി തുവാഅ, അള്ളാഹുവേ എനിക്ക് ഏറ്റവും നല്ല അനുസരണയുള്ളവനാക്കി എന്നെ മാറ്റണേ. ലക മുഖ്ബിത, അടുത്ത എന്താ പറയുന്നത്? അള്ളാഹു നിന്നിലേക്ക് ആശ്രയിക്കുന്നവനാക്കണേ. ഒരു നിസ്സാരമായ കാര്യത്തിനെ പോലും ഒന്നുപോലും വിടാതെ മുഴുവനായിക്കൊണ്ടും നിന്നെ ആശ്രയിക്കുന്നവനാക്കണേ. പലപ്പോഴും സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മളെ ആശ്രയങ്ങള് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ റബ്ബ് നമ്മളെല്ലാതും നമ്മൾ പറയാതെ തന്നെ അറിയുന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ റബ്ബിലേക്കാണോ പറയണത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുഖ്ബിതീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ലക മുഖ്ബിത, അള്ളാഹുവെ നിന്നെ ആശ്രയിക്കുന്നവരില്, പരിപൂർണമായി നിന്നെ ആശ്രയിക്കുന്നവരില് എന്നെ ഉൾപ്പെടുത്തണേ. ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 15-ാമതായി ചോദിക്കുന്നത് എന്താണ്? ഇലൈക അവ്വാഹൻ മുനീബ. ഇത്
സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബിന്റെ വിശേഷനാണ്. ഇബ്രാഹിം നബിനെ പറ്റി പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്, ഇബ്രാഹിം എന്താണ്, ഇന്ന ഇബ്രാഹിം അൽ ഹലീമുൻ അവ്വാഹുൻ മുനീബ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, ആ ക്വാളിറ്റീസ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ചോദിക്കുന്നത്. അവ്വാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര താഴ്മയുള്ളവനാക്കണം റബ്ബെ, നിന്നിലേക്ക് അങ്ങേയറ്റം താഴ്മയുള്ളവനായി, നിന്നിലേക്ക് അങ്ങേയറ്റം പശ്ചാത്തപിച്ച് നിന്നിലേക്ക് മടങ്ങുന്നവനാക്കണേ എന്നെ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് താഴ്മയുള്ളവനാവുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ ഒരു അവ്വാഹില് നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അള്ളാന്റെ കലാമ് കേൾക്കുമ്പോ നമുക്ക് എന്തൊരു തവാദുആയിരിക്കും, അവിടെ നമുക്ക് എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പോലും നമ്മളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെ ഖുർആൻ വെച്ച് നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തന്നെ ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവങ്ങളെ കൊണ്ട് നമ്മൾ എല്ലാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 16-ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് എന്താണ്? റബ്ബി തഖബ്ബൽ തൗബതി. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ഗൈസുകളിലൊക്കെ നമ്മൾ ഓരോ പ്രാർത്ഥനകളും നമ്മൾ ഒരുപാട് തൗബയുടെ പ്രാർത്ഥനകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, റബ്ബി തഖബ്ബൽ തൗബതി, അല്ലാഹുവേ എന്റെ തൗബയെ നീ സ്വീകരിക്കണേ. നമ്മൾ ഒരുപാട് തൗബ ചെയ്തു, നമ്മൾ നമ്മളെ പാപങ്ങളൊക്കെയും ഏറ്റു പറഞ്ഞു, പക്ഷെ അള്ളാന്റെ അടുക്കൽ അത് സ്വീകാര്യമായിട്ടില്ലെങ്കിൽ നമ്മളെ പാപങ്ങളൊക്കെയും അതുപോലെ തന്നെ ഇല്ലേ, അതൊക്കെയും പൊറുക്കപ്പെടാതെ അവിടെ ശേഷിക്കൂലേ? അതുകൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബ ചെയ്തിട്ട് വീണ്ടും എടുത്ത് പറയുന്നത് എന്താണ്? റബ്ബി തഖബ്ബൽ തൗബതി, അല്ലാഹു എന്റെ തൗബ നീ അതെന്ത് ചെയ്യണം, സ്വീകരിക്കണമേ. അത് എല്ലാ ഷർത്തുകളോടും കൂടിയിട്ട്, അത് ഏറ്റവും നല്ല അതിന്റെ തൗബയുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ഏറ്റവും സഹീഹായതാക്കിയിട്ടുള്ള തൗബയാക്കി എന്റെ തൗബയെ നീ സ്വീകരിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും നമ്മളെ തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തായി? ആ പാപങ്ങളൊക്കെയും അവിടെ ശേഷിക്കുകയും നഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ, നിന്റെ അടുക്കല് നസൂഹായിട്ടുള്ള, നിന്റെ അടുക്കല് കബൂലായിട്ടുള്ള, നിന്റെ അടുക്കല് ഏറ്റവും ഹുസ്നായിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ടുള്ള തൗബയാക്കി എന്റെ തൗബയെ നീ സ്വീകരിക്കണേ. വഗ്സിൽ ഹൗബതി. അടുത്തത് എന്താണ് പറയുന്നത്? അഥവാ 17-ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വഗ്സിൽ ഹൗബതി, അഥവാ അല്ലാഹുവേ എന്റെ പാപങ്ങളെ മുഴുവൻ നീ എന്ത് ചെയ്യണം, കഴുകി തുടച്ച് കളയണമേ. അതൊന്നും തന്നെ ശേഷിക്കാത്ത രൂപത്തിൽ എന്റെ പാപങ്ങളെ മുഴുവനായി റബ്ബേ നീ കഴുകണമേ എന്നാണ് പറയുന്നത്. 18-ാമതായി കൊണ്ട് പറയുന്നത് എന്താണ്? ചോദിക്കണത് അള്ളാഹിനോട്, വഅജിബ് ദഅവതി, അല്ലാഹുവേ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വളരെ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുള്ളൂ, അതെങ്കിലും റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ, എന്റെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണേ. വസബ്ബിത് ഹുജ്ജതി. അതുപോലെ തന്നെ 19-ാമതായി കൊണ്ട് ചോദിക്കുന്നത് വസബ്ബിത് ഹുജ്ജതി, അല്ലാഹുവേ എന്റെ ന്യായത്തെ നീ ഉറപ്പിക്കണേ. പലപ്പോഴും നമ്മൾ ശരിയുടെ പക്ഷത്താണെങ്കിൽ പോലും നമുക്ക് നമ്മളെ ന്യായത്തെ, ആ ശരിയെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാതെ നമ്മൾ ദഅഫായി വീക്കായി പോകുന്ന പല സന്ദർഭങ്ങളും ഇല്ലേ? നമ്മൾ ഹക്കിന്റെ ഭാഗത്താണെങ്കിൽ പോലും ആ ഹക്കിനെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, വസബ്ബിത് ഹുജ്ജതി, അല്ലാഹുവേ എന്റെ ഹുജ്ജത്തിന് നീ അവിടെ എന്ത് ചെയ്യണം, അതിനെ നീ ഉറപ്പിച്ചു നിർത്തണമേ. എന്റെ ഹുജ്ജത്തിന് നീ എന്ത് ചെയ്യണം, അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണേ എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രാർത്ഥിക്കുകയാണ്. ശത്രുക്കൾക്ക് മുൻപില് എന്റെ ഈ ഹുജ്ജത്തിനെ, എന്റെ ഈ ഹക്കിനെ നീ എന്ത് ചെയ്യണം, നീ സത്യപ്പെടുത്തണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, അള്ളാഹു അതവിടെ സബ്യത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനെ പറിച്ചു കളയാൻ, അതിനെ കളവാക്കാന്, അതിനെ തള്ളിക്കളയാൻ ആർക്കാണ് കഴിയുക? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വക്കാലത്തിനെ ചോദിക്കുന്നത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. വസബ്ബിത് ഹുജ്ജതി, അല്ലാഹുവേ നീ എന്ത് ചെയ്യണം, എന്റെ ന്യായത്തെ, എന്റെ ഹക്കിനെ, എന്റെ ഹുജ്ജത്തിനെ നീ എന്ത് ചെയ്യണം, ഉറപ്പിച്ചു നിർത്തണമേ. അടുത്തതായി കൊണ്ട് പറയണത് 20 സോറി
20-ാമതായിക്കൊണ്ട് ചോദിക്കുന്നത് വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി വസദ്ദിദ് ലിസാനി. അള്ളാഹുവേ എന്റെ നാവിനെ നീ എന്ത് ചെയ്യണം? നേരെയാക്കണമേ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന പ്രകാരം നാവിനെ കൊണ്ടല്ലാതെ ഒരു മനുഷ്യൻ അത്രയധികം നരകത്തിലേക്ക് പതിക്കുന്ന മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം വസദ്ദിദ് ലിസാനി, എന്റെ നാവിനെ നീ എന്ത് ചെയ്യണം റബ്ബേ? നേരെയാക്കണമേ. വഹ്ദി ഖൽബി, എന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണം? അതിന് ഹിദായത്ത് കൊടുക്കുകയും അതിനെ യഥാർത്ഥത്തിൽ അതിന്റെ റബ്ബിനെ അറിയുന്ന, അതിന്റെ ഹഖിനെ ബോധ്യപ്പെടുത്തുന്ന, ഏറ്റവും ഹിദായത്തിലേക്ക് നയിക്കുന്ന രൂപത്തിൽ എന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണം റബ്ബേ? അതിന് നീ ഹിദായത്ത് കൊടുക്കുകയും എന്റെ ഹൃദയത്തെ ആ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. അവസാനമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് എന്താണ്? അഥവാ 22-ാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് വസ്ലുൽ സഖീമത ഖൽബി, അള്ളാഹുവെ എന്റെ ഹൃദയത്തിന്റെ പക നീ നീക്കി തരണമേ. സുബ്ഹാനല്ലാഹ്, നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നല്ല ഹുസ്നുൽ ഖുലുഖിന്റെ ഉടമയായിരുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നു, റബ്ബേ എനിക്ക്, അഥവാ ഹുസ്നുൽ ഖുലുഖിന്റെ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹൃദയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഹൃദയത്തിന്റെ ഏറ്റവും നല്ലതായ അവസ്ഥക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരിക്കൽ ഒരു സ്വഹാബി അദ്ദേഹം പ്രവേശനത്തിന് അർഹനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ബാക്കിയുള്ള സ്വഹാബത്ത് എന്താണ് റീസൺ എന്ന് നോക്കിയ സമയത്ത് എന്താണ് അവിടെ കണ്ടത്? അദ്ദേഹം ബാക്കിയുള്ളവരെ പോലെ ബാക്കിയുള്ളവർ ചെയ്യുന്നത് ഒക്കെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അധികമായിക്കൊണ്ട് ചെയ്ത ഒരൊറ്റ പ്രവൃത്തി, കെടുക്കുന്ന നേരം അന്നേ ദിവസം ഒരു മനുഷ്യനോട് മനസ്സിൽ പകയില്ലാത്ത വിധം എല്ലാരോടും നല്ല ഹുസ്നുദ്ദന്നോട് കൂടിയേ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു സ്വഭാവം കൊണ്ട്, ആ ഒരു കൽബിന്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം സ്വർഗപ്രവേശനത്തിന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ ഒരു ഹൃദയത്തിന്റെ പക നീങ്ങി ആ ഹൃദയം ഏറ്റവും നല്ല സലാഹിയത്തിലാവേണ്ടുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വസദ്ദിദ് ലിസാനി എന്ന് പറഞ്ഞുകൊടുത്ത് പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് എന്റെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തേണ്ട എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ കാണാൻ പറ്റും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ബേസിക് ആണ്, അത് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും അല്ലാഹയിലും യൗമുൽ ഖിയാമയിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അത്തരത്തിൽ മുഅ്മിനാണെങ്കിൽ അവൻ എന്ത് ചെയ്തോട്ടെ? നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടെ എന്നാ പറഞ്ഞത്. അത്രമാത്രം നാവിന്റെ വിനയെ പറ്റി നമ്മൾ ബോധവാന്മാരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഈ ഒരു 22 കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 22 കാര്യങ്ങളും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ഈ 22 കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകുന്ന പക്ഷം, സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഖിറത്തിലും അവൻക്ക് ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ള സആദത്ത് വേറെ എന്താണ് കിട്ടാനുള്ളത്? അതുപോലെ തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നല്ലതായിട്ടുള്ള ഒരു എന്താ പറയാ ഗനീമത്ത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു നിധി അവൻക്ക് എന്താണ് വേറെ കിട്ടാനുള്ളത്? അതുകൊണ്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ ഒരു പ്രാർത്ഥന എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? മനഃപ്പാഠമാക്കുക. ഒരു തവണ എല്ലാവരും തന്നെ ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഇപ്പൊ തന്നെ ഓരോരോ ചെറിയ ഭാഗങ്ങൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഓരോരോ കാര്യങ്ങളും മറ്റതിനോട് എന്ത് ചെയ്യണം? അള്ളാഹു എന്നെ സഹായിക്കണമേ, എനിക്കെതിരെ സഹായിക്കരുതേ, എന്നെ തുണയ്ക്കണമേ, എനിക്കെതിരെ തുണക്കരുതേ, അങ്ങനെയുള്ളതാണ്. അപ്പോ
ഇഷ്ടത്തോടു കൂടി പഠിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളെയും അതിന്റെ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിൽ, അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൽ ഒരിക്കലും നമുക്ക് ഭാരം തോന്നാതിരിക്കട്ടെ. ആ ഭാരം തോന്നാന്നുള്ളത് അതെന്താണ്? ഖൽബിന്റെ രോഗാവസ്ഥയാണ്. കാരണം നമ്മളിവിടെ പ്രത്യേകം പ്രാർത്ഥിച്ചത് എന്താണ്? വയസ്സിരിൽ ഹുദാലി, അള്ളാഹുവെ ഹുദയുടെ മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, എനിക്ക് എളുപ്പാക്കി തരണേന്നാണ്. അപ്പൊ നമുക്കും ഇത് എളുപ്പമാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ഒരുമിച്ചൊന്ന് പറയാ. റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ വംകുർ ലീ വലാ തംകുർ അലയ്യ വഹ്ദിനി ويسر الهدى لي وانصرني على من بغى علي رب اجعلني لك شكارا لك ذكارا لك رهابا لك مطواعا لك مخبتا إليك أواها منيبا رب تقبل توبتي واغسل حوبتي وأجب دعوتي وثبت حجتي وسدد لساني واهد قلبي واسلل سخيمة صدري. بارك الله فيكم. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.